റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബാഇദുകും മിനൻ നാരി ഇല്ലാ വഖദ് ബയ്യൻതുഹു ലക്കും. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ, നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുന്നതായ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുവാൻ ആവശ്യമായ, നരകത്തെ തൊട്ട് മാറി നിൽക്കുവാൻ ആവശ്യമായ മുഴുവൻ കർമ്മങ്ങളും അതല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ ആധുനികതയുടെ ഏത് കാലഘട്ടം, ഇനി ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഈ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന ഈ ആധുനികത എന്ന് പറയുന്നത് അത് പഴയകാലാവും, പിന്നെ വേറെ ആധുനികത വരും. ഇങ്ങനെ ലോകാവസാനം വരെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആധുനികതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ആധുനികതയുടെ ലോകത്തും ഒരു പ്രശ്നവുമില്ലാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിക്ക് ഒരു പ്രയാസവുമില്ലാതെ, നരകത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള വഴിക്ക് യാതൊരു പ്രയാസവുമില്ലാതെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവിടെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. കാര്യങ്ങൾ അത് മടക്കേണ്ടത് ആരിലേക്കായിരുന്നു? കാര്യങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതുപോലെ തന്നെ കാര്യങ്ങളെ മടക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിലേക്കാണ്. കാര്യങ്ങളെ മടക്കേണ്ടത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ആളുകളിലേക്കാണ്. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുവാൻ, നിർദ്ധരിച്ചെടുക്കുവാൻ കഴിയുന്ന ആളുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഗവേഷണം എന്നുള്ളത് ഒരിക്കലും തന്നെ ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ ഏതെങ്കിലും 4 പണ്ഡിതന്മാർ കൂടിയിരുന്നോ അതല്ലെങ്കിൽ പണ്ഡിത സഭ കൂടിയിരുന്നോ ഉണ്ടാക്കിയെടുത്ത രക്ഷപ്പെടുവാനുള്ള മാർഗമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധുതകൾ പറഞ്ഞതാണ്. വയസ്തംബിതൂനഹു, ആ കാര്യങ്ങളെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമൊക്കെ നിർദ്ധരിച്ചെടുക്കുവാനുള്ള കഴിവുള്ള ആളുകളിലേക്ക് മടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ, ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോൾ ആ പ്രവാചകൻ തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുകയാണ്. നിങ്ങളിതാ പോവുകയാണ്, കൈഫ തഖ്ളി ഇദ അറദ ലക ഖദാ, നിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ, ഒരു വിധി വിധിക്കേണ്ട വിഷയം വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക? മഹാനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിനോട് മുആദ് പറഞ്ഞ മറുപടി, അഖ്ലി ബി കിതാബില്ലാ, അള്ളാന്റെ കിതാബ് കൊണ്ട് ഞാൻ വിധിക്കും. ഇനി അവൻ നബി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫഇല്ലം തജിദ് ഫിൽ കിതാബില്ലാ ഫി കിതാബില്ലാ, അള്ളാന്റെ കിതാബിൽ നിനക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ നീ എങ്ങനെയാണ് വിധിക്കുക? ഖാല വബി സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് കൊണ്ട് ഞാൻ അത് വിധിക്കും. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഖാല ഫഇല്ലം തജിദ് ഫി സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിലും ആ വിഷയമില്ലെങ്കിൽ നീ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മറുപടി, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിലുമില്ല കിതാബിലുമില്ല എങ്കിൽ ഖാല അജ്തഹിദു റഅയി, അജ്തഹിദു റഅയി, ഞാൻ എൻ്റെ അടുക്കലുള്ള അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഗവേഷണം നടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് കൊട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അല്ലദി വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യർള റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാന്റെ റസൂലായി കൊണ്ട് പറഞ്ഞയക്കുന്ന, ദൂതനായി കൊണ്ട് പറഞ്ഞയക്കുന്നയാൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പറയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ ഇജ്തിഹാദ് ചെയ്യുമെന്ന് പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും തന്നെ പ്രശ്നം ഉണ്ടായപ്പോൾ, കുടുങ്ങിയപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ സംഭവമല്ല ഇജ്തിഹാദ് എന്ന് പറയുന്നത്.